ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും എന്താക്കുന്നത്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നോമ്പെല്ലായിട്ട് എല്ലാവർക്കും സന്തോഷത്തിലായിരിക്കും. അപ്പോൾ നോമ്പിന് നമുക്ക് ഇഫ്താറിന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാസർഗോട്ടാർ ഉണ്ടാക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ബിർണി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ബിർണീൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് കാണാം. ഈ ബിർണി എന്ന് വെച്ചെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കാം, ചൂടോടെയും കഴിക്കാം. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം. അപ്പോൾ ബിർണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്, നല്ല കട്ടി പാലെടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് നമ്മളെ വേംസെല്ലിയിലെ സേമിയ, അപ്പോൾ അതെടുത്തിട്ട് നല്ലപോലെ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇനി വേണ്ടതെന്ന് വെച്ചെങ്കിൽ കുറച്ച് കൊട്ടയും കുറച്ച് മുന്തിരിയാണ്. അപ്പോൾ അതിലെ ഞാൻ എന്താ പറയുന്ന കുറച്ച് കയ്യിലിങ്ങനെ അളവിന് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാൽ, അപ്പോൾ അത് മാറ്റി വെച്ചിന്. പിന്നെ നമുക്ക് പശുവിൻ നെയ്യ് വേണം, അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തൊരു കടായി വെച്ച് കൊടുക്കാം. എന്തോ ആവും, ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാവും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയാവും, എന്തോ ആവും, പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഇല്ലേ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നത്. പശുവിൻ്റെ നെയ്യ് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആണ് ഇന്ന് നല്ലൊരു എന്താ പറയുന്ന മണം കിട്ടുന്നത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിന്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കൊട്ടയും മുന്തിരിയും ഒന്ന് നല്ല പോലെ എന്താ പറയുന്ന വറുത്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഈ കൊട്ടയും മുന്തിരിയും നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കൊട്ട നല്ല പോലെ വറുത്തെടുത്തിട്ട് കൊട്ട നല്ല പോലെ ഒന്ന് വറന്നിട്ട് വരുന്ന ടൈമിൽ ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ മുന്തിരിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ രണ്ടും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ മുന്തിരി പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊങ്ങിയിട്ട് വരും. ആ ഒരു ടൈമിൽ നമ്മൾ എന്താക്കണമെന്ന് വെച്ചെങ്കിൽ ഫ്ലെയിമിൽ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇത് രണ്ടും ഒരു വറന്നിട്ട് വരുന്ന ടൈമിൽ ഞാൻ ഈ സേമിയയില്ല, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ നല്ല പോലെ ഈ സേമിയ വറുത്തെടുക്കണം. നെയ്യിലുണ്ടാക്കിയിട്ടെടുക്കുമ്പോഴാണ് ഈ സേമിയക്ക് നല്ലൊരു എന്താ പറയുന്ന ടേസ്റ്റ് കിട്ടുന്നത്. മച്ചാൽ എണ്ണയിലുണ്ടാക്കിയിട്ടല്ലോ, എണ്ണ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആളുണ്ട്, അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ നല്ലൊരു മണം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ നെയ്യിൽ നല്ല പോലെ വറുത്തിട്ട് ഉണ്ടാക്കിയിട്ട് നോക്ക്. പശുവിൻ നെയ്യ് തന്നെ വെച്ച് കൊടുക്കുന്നത് നല്ലത്. ഇനി നല്ല പോലെ ഇങ്ങനെ വറന്നിട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ 2 കപ്പ് തേങ്ങാപ്പാൽ കട്ടിപ്പാൽ വെച്ചിട്ടുണ്ടായ, അപ്പോൾ ഈ കട്ടിപ്പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല പോലെ തിളച്ചിട്ട് വരുമ്പോൾക്ക് ഫ്ലെയിം കുറച്ച് വെക്കണം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിന്, 1 ഏലക്കായി പൊട്ടിച്ചിട്ട് അത് ഇട്ടിന്. ഇനിയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മളെ മധുരം നോക്കിയിട്ട് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ സേമിയ നല്ല വെന്തിട്ട് വരും, പഞ്ചസാര നല്ല പോലെ അലിഞ്ഞിട്ട് വരും. എന്നിട്ടായിട്ട് ഇതിലേക്ക് ഉപ്പ് ചെക്കാക്കിയിട്ട് അതിൽ കുറച്ച് ദിവസം ഇട്ട് കൊടുക്കുക. എന്നിട്ടായിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കുക. നല്ല പോലെ കൈവിടാതെ മിക്സാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് തിക്ക് രൂപത്തിൽ വരും. അപ്പോൾ കുറച്ച് തിക്ക് രൂപത്തിൽ വരുമ്പോൾ ഇതൊന്ന് നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. മൂടി വെച്ചിട്ടില്ല, നല്ല പോലെ തിളച്ചിട്ട് വരുമ്പോൾ നമ്മളെ ബിർണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബിർണി ഉണ്ടാക്കാത്ത ആൾ എങ്ങനെ ഒരു ട്രൈ ആക്കി നോക്കണം. ഈ ബിർണി ചൂടോടെ കഴിക്കാനും പാടുണ്ട്, തണുപ്പിച്ചിട്ട് കഴിക്കാൻ അതിനാട്ടും പാടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസത്തേനും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ടാവുക. പിറ്റേ ദിവസം കഴിക്കുമ്പോൾ നല്ല പുഡിങ്ങെല്ലാം കഴിക്കുന്നില്ലാമോ, ആ ഒരു നല്ലൊരു ഫീൽ ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ. അപ്പോൾ തീ ഓഫാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കാസർഗോഡ് സ്റ്റൈലിലുള്ള ബിർണി ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അടുത്ത നല്ല നല്ല റെസിപ്പീസ് കാര്യങ്ങളിലായിട്ട് അടുത്ത വീഡിയോസായിട്ട് വരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റംലാൻ മുബാറക്. അപ്പോൾ അസ്സലാമു അലൈക്കും.